നമസ്കാരം. ഗ്രീക്കുകാർ കാൽക്കസിനെ വിളിച്ച കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. കാൽക്കസ് എന്ന പ്രവാചകൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ട്രോയ് കീഴടക്കണമെങ്കിൽ ഫൈലോക്രീറ്റസിനെ തിരിച്ചു കൊണ്ടുവരണം. ഫൈലോക്രീറ്റസിനെ തിരിച്ചു കൊണ്ടുവരാനും ഗ്രീക്കുകാരാകെ കുഴപ്പത്തിലായി. കാരണം ആരായി ഫൈലോക്രീറ്റസ് എന്നറിയണ്ടേ? അയാൾ ഗ്രീക്ക് സേനയിൽപ്പെട്ട ഒരു വില്ലാളി വീരനായിരുന്നു. ഇവരോടൊപ്പം ട്രോയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് ഒരു ദ്വീപിൽ ഇവർ നിർത്തി കഴിഞ്ഞപ്പോൾ, മെലനോസ് എന്നാണ് ഈ ദ്വീപിൻ്റെ പേര്. ഈ ദ്വീപിൽ ഇവർ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാനായിട്ടും ആഹാര സാധനങ്ങൾക്കൊക്കെ നിർത്തിയതായിരിക്കാം. അപ്പം നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു ഭീകര സത്വത്തെ ഈ ഫൈലോക്രേറ്റസ് അമ്പ ചെയ്തു. ഈ സത്വം പാഞ്ഞു വന്ന് ഇയാളുടെ കാലിൽ കടിച്ചു. ആ സത്വം ചത്തുപോയി അമ്പ് കൊണ്ടിട്ട്. പക്ഷേ അതിനു മുമ്പ് അത് ഇയാളുടെ കാലിൽ കടിച്ചില്ലേ, ആ കാലിൽ വിഷമേറ്റ് വ്രണമായി. വ്രണമായി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ വിഷദ്രാവകം ഒലിക്കാൻ തുടങ്ങി. അസഹ്യമായ വേദന. ഈ ഫൈലോക്രേറ്റസ് വാവിട്ട് കരയാൻ തുടങ്ങി. രാവും പകലും ഇല്ലാതെ നിർത്താതെ കരച്ചിലോട് കരച്ചിൽ. അവസാനം ഗ്രീക്കുകാർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റാതായി ഇയാളുടെ കരച്ചിലുകൊണ്ട്. ഈ കരച്ചിൽ കേട്ട് മടുത്തിട്ട് ഇവർ ഈ ഫൈലോക്രേറ്റസിനെ ആ ദ്വീപിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കാൽക്കസ് പറയുന്നു, ഈ ഫൈലോക്രേറ്റസ് വന്നാൽ മാത്രമേ ഗ്രീക്കുകാർക്ക് ട്രോയ് പിടിക്കാൻ പറ്റുകയുള്ളൂ. നിവൃത്തിയില്ല, എന്ത് ചെയ്യും? പോകാതിരിക്കാൻ പറ്റൂ. ആരാണ് പോകാൻ? സാധാരണ പോലെ തന്നെ ഒഡീസിയൂസും ഡയോമീസുമാണ് പോയത്. അവരൊരു കപ്പലെടുത്ത് തിരിച്ചങ്ങോട്ട് പോയി. ദ്വീപിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമായി. കാരണം ഇയാളുടെ കരച്ചിൽ അപ്പോഴും കേൾക്കാം. ആൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു സമാധാനം. ഇവർ ഈ ശബ്ദം അന്വേഷിച്ച് അതിൻ്റെ പുറകെ ചെന്നു. നോക്കുമ്പോൾ താടിയും മുടിയൊക്കെ നീണ്ട്, കാരണം ഇവർ ഉപേക്ഷിച്ചിട്ട് പോയി കുറേ നാളുകളായില്ലേ. താടിയും മുടിയൊക്കെ നീണ്ട് എല്ലും തോലുമായിട്ടൊരു ശരീരം. അതിനുള്ളിൽ ജ്വലിക്കുന്ന തീക്കല്ലകൾ പോലെ രണ്ട് കണ്ണുകൾ മാത്രമേ അവർക്ക് കാണൂ. അങ്ങനെ കിടക്കുന്നതോ ഈ കടൽക്കാക്കകളുടെ, കടൽ പക്ഷികളുടെയൊക്കെ തൂവലിലാണ് കിടക്കുന്നത്. അമ്പും വില്ലും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇയാൾ കൂട്ടത്തോടെ പറന്നു പോകുന്ന കടൽ പക്ഷികളെ അമ്പ ചെയ്ത് വീഴിച്ച് അത് അടുത്ത് വീഴാൻ പാകത്തിനാണ് അമ്പ ചെയ്യുന്നത്. അത് വീഴിച്ചിട്ട് അതിൻ്റെ ഇറച്ചി പച്ചയ്ക്ക് തിന്നാണെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ഈ പക്ഷികളുടെ തൂവലുകൾ വിരിച്ചിട്ട് അതിലാണ് കിടക്കുന്നത്. ഇവർ ഒഡീസിയൂസും ഡയോമീസും ഒക്കെ ചെല്ലുന്ന ശബ്ദം കേട്ടിട്ട് ഈ ഫൈലോക്രേറ്റസ് എഴുന്നേറ്റ് നോക്കി. അയാൾക്ക് ആളെ മനസ്സിലായി. ഒഡീസിയൂസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്, തൻ്റെ പഴയ സഹപ്രവർത്തകരാണ്. അത് കേട്ടപ്പോൾ ഇയാൾക്ക് വീണ്ടും ദേഷ്യം കൂടുകയാണ്. ഇയാൾ അമ്പും വില്ലും എടുത്ത് ഉടനെ ഇവരെ ഏത് വീഴിക്കാനായിട്ട് അമ്പും വില്ലും എടുത്തു. പക്ഷേ ഒഡീസിയൂസ് പോയി ഇയാളുടെ കാക്കൽ വീണു. പ്ലീസ് ഒന്ന് പറയട്ടെ. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, നാക്കുകൊണ്ടും വളരെ ചതുരനാണ് ഈ ഒഡീസിയൂസ് എന്ന് പറയുന്ന ആൾ. അയാളുടെ നാവഴക്കത്തിൽ ഈ ഫൈലോക്രേറ്റസ് വീണു. ഒഡീസിയൂസ് പറഞ്ഞു, ഞങ്ങളെ അഗമെമ്നോൻ രാജാവ് അയച്ചിരിക്കുകയാണ് തന്നെ തിരിച്ചു കൊണ്ടുചെല്ലാനായിട്ട്. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നിന്നെ വിട്ടിട്ട് പോകുന്നതിൽ പുള്ളിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് നിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞങ്ങളെ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഫൈലോക്രേറ്റസ് സമ്മതിച്ചു. ഒഡീസിയൂസിൻ്റെ കൂടെ വന്ന കപ്പൽക്കാർ അയാളെ എടുത്ത് കപ്പലിലോട്ട് കൊണ്ടുപോയി. കപ്പൽ നീങ്ങി തുടങ്ങി. ഇവർ അയാളുടെ വ്രണമെല്ലാം തൈലമൊക്കെ തേച്ച് വൃത്തിയാക്കി കുറച്ച് ആശ്വാസം കൊടുത്തു. ഇഷ്ടംപോലെ വീഞ്ഞു കൊടുത്തു. നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ തന്നെ ഈ ഫൈലോക്രേറ്റസിന് കുറച്ച് ജീവനൊക്കെ വെച്ചു. കാരണം ഇയാൾ വെറും പച്ചയിറച്ചിയും ചെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈലോക്രേറ്റസിനെയും കൊണ്ട് കപ്പൽ ട്രോയിലെത്തി. കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യം എന്ത് ചെയ്തു? ഇയാളെ വിസ്തരിച്ച് കുളിപ്പിച്ച്, ആദ്യമേ താടിയും മുടിയൊക്കെ വെട്ടി സുന്ദരനാക്കി, നല്ലോണം തൈലമൊക്കെ തേച്ച് കുളിപ്പിച്ച്
രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അഗമെമ്നോന് സന്തോഷമായി. അയാൾ പറഞ്ഞു, നീ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതാ നിനക്ക് എൻ്റെ സമ്മാനമായിട്ട് ഇതാ പിടിച്ച ഒരു 7 ചെമ്പ് പാത്രം കൊടുത്തയക്കും. ഇന്നത്തെ പോലെയുള്ള അന്ന് ചെമ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ 7 ചെമ്പ് പാത്രം കൊടുത്തു. 7 അടിമ പെൺകുട്ടികളെ ഇയാളെ സേവനത്തിനായിട്ട് വിട്ടുകൊടുത്തു. അതുകൂടാതെ ഈ ഫൈലോക്രേറ്റസിനെ ചികിത്സിക്കാനായിട്ട് അവരുടെ മെയിൻ ഡോക്ടറായിരുന്ന മാക്യോൺ മരിച്ചുപോയില്ലേ, മാക്യോണിൻ്റെ സഹോദരനായിട്ടുള്ള പെഡലാറിയസ് എന്ന് പറയുന്ന ഡോക്ടറുണ്ടായി. അയാളും ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിട്ട് സ്പെഷ്യലായിട്ട് ഈ ഫൈലോക്രേറ്റസിൻ്റെ ഉടൻ ചികിത്സിക്കാനായിട്ടും അഗമെമ്നോൻ ഓർഡർ കൊടുത്തു. അതിനുശേഷമാണ് തങ്ങളോടൊപ്പം നാളെ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായിക്കൊള്ളുക എന്ന് അഗമെമ്നോൻ പറഞ്ഞു വിട്ടത്. ഫൈലോക്രേറ്റസ് യുദ്ധത്തിന് ഇറങ്ങിയതുകൊണ്ട് എന്ത് സംഭവിക്കും, എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോവുക, അത് അടുത്ത തവണ പറയാം. ഓക്കെ.